കൂട്ടുകാരെ, ഞങ്ങളുടെ Q&A വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ ആൾക്കാർ ഞങ്ങളോട് Q&A ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒത്തിരി ഒന്നും ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ആൻസറുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നേ. അയച്ചോര് പക്ഷെ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ. ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നും ആരും ചെയ്യരുത്. അപ്പം തുടങ്ങട്ടെ. അമ്പിളി PC ചോദിച്ചേക്കുന്നത് 3 പേരുടെയും ബർത്ത് ഡേറ്റ്. എന്റെ നവംബർ 12, ചക്കുപ്പയുടെ നട ജൂൺ 19, എന്റെ ആണെങ്കിൽ ഒക്ടോബർ 10. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ലവ് സ്റ്റോറി. ഒക്ടോബർ 7. സോറി, ഒക്ടോബർ 7 ആണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അവള് തന്നെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അമ്പിളി PC. അപ്പം ദേവു ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. അത് കുറെ ആൾക്കാർ ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ആൻസർ ഞങ്ങൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും, അല്ലേ? ലാസ്റ്റ് പറഞ്ഞ പോരെ അത്. പിന്നെ 3 പേരുടെയും നാള്. 3 പേരുടെ നാള്. ഉത്തരം ചക്കുവിന്റെ രോഹിണി, എന്റെ മൂലം. ചിരിക്കല്ലേ, എന്താ? പിന്നെ അടുത്തത് ഷാമിക വേൾഡ്. എവിടാ? നാട്ടിൽ. ഞങ്ങൾ പത്തനംതിട്ട കോഴഞ്ചേരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ 3 പേര്. ഇവിടെ ഞങ്ങളിപ്പോ ബാംഗ്ലൂരിലാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ 3 പേര്. നാട്ടിലാണെങ്കിൽ മുത്തിന്റെ വീട്ടില് അച്ഛനുണ്ട്, പിന്നെ അനിയൻ UK-ലാണ്, അമ്മയില്ല. എന്റെ വീട്ടില് പപ്പ, മമ്മി, 2 ചേച്ചിമാര്, പിന്നെ അവരുടെ ഹസ്ബൻഡും പിള്ളേരും. പിന്നെ നിങ്ങൾക്ക് എന്താ ജോബ്? ഞാനൊരു കമ്പനിയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നേഴ്സായിരുന്നു, പക്ഷെ ചക്കു ഉണ്ടായി പിന്നെ ജോലിക്ക് പോയിട്ടില്ല. വീഡിയോ ആരാണ് എടുത്തു തരുന്നത്? വീഡിയോ ഞങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്നു. വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ്? വീഡിയോ എഡിറ്റിംഗ് ഒന്നെങ്കിൽ ഞാൻ പ്രീമിയർ ചെയ്യും, അല്ലെങ്കിൽ ഫോണിനകത്ത് VN ഉണ്ട്, VN എഡിറ്റർ അതിനകത്ത്. ഇനിയും ഉണ്ട് ചോദിക്കാൻ, തൽക്കാലം ഇത് മതി. ഇത്രയേ ഉള്ളൂ ഷാമികളുടെ. ഉടനെ എന്നാ ബാക്കി ചോദിക്കും. അടുത്ത RMS രഞ്ജിത്ത്. അത് ക്വസ്റ്റ്യൻ അല്ല, എനിക്കൊരു ഉദ്ദേശമേ ഉള്ളൂ, ചോദ്യമില്ല. എന്നും എപ്പോഴും ഹാപ്പി ആയിരിക്കും, നല്ലപോലെ ജീവിച്ചു കാണിക്കുക. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ ചേട്ടാ. അടുത്തത് മാടി. ബ്രോ എന്നാ പിടിക്കുമാ എന്നുവെച്ചാ അവന് ഇഷ്ടമാണോന്ന്. നിന്നെ ഇഷ്ടമാണ്, നിന്നെ പിടിക്കും. എങ്ക വീട്ടിലേക്ക് ഗസ്റ്റാ വരുമെങ്കിലാ? ഓക്കെ, കണ്ടിപ്പാ. മാടിയുടെ വീട് വേളാങ്കണ്ണിയാണ്. അപ്പൊ ഞങ്ങൾ വേളാങ്കണ്ണി പോകാൻ പ്ലാൻ ഉണ്ട്. ഞങ്ങളോട് ചെല്ലുമ്പോഴത്തേക്ക് മാടിയെ കാണുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എപ്പോ വേളാങ്കണ്ണി വരുമെങ്കിൽ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല, ഉടനെ വരാം. അടുത്ത ഫാമിലി വ്ലോഗ്. അതാരാണ് ഫാമിലി വ്ലോഗ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പറഞ്ഞല്ലോ, അത് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛൻ, അനിയൻ, പിന്നെ അമ്മൂന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചിമാര്, പിള്ളേര്. നിങ്ങളുടെ ലവ് സ്റ്റോറി അത് പറയാം. നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ചേട്ടന്റെ ഫാമിലി, ചേച്ചിയുടെ ഫാമിലി അത് പറഞ്ഞല്ലോ ഓൾറെഡി. ചേട്ടന്റെ ജോലി അതും പറഞ്ഞു. ചേച്ചി ഹൗസ് വൈഫ് ആണോ? അതെ. പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. യൂട്യൂബ് തുടങ്ങേണ്ട കാരണം, ഞാൻ ഫോൺ മേടിച്ച് പിന്നെ ഇവന്റെ ഒത്തിരി വീഡിയോ ഉണ്ട്. അത് ഫോണിനകത്ത് ഡിലീറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാതെ എവിടെ സ്റ്റോർ ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടപ്പോൾ കിട്ടിയ സാധനമാണ് യൂട്യൂബ്. അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 10-40 വീഡിയോകൾ അങ്ങനെ ഇട്ടായിരുന്നു. ചുമ്മാ വലിയ വ്യൂ ഒന്നും ഇല്ല, ചുമ്മാതെ ഒരു സ്റ്റോറേജ് ആയിട്ട്. പിന്നെ ഇവളിടയ്ക്ക് ഞങ്ങൾ കടയിൽ പോയപ്പം ചുമ്മാ സ്കൂട്ടർ എടുത്തിരുന്നത് ചുമ്മാ ഒന്ന് നീക്കി വെച്ചപ്പോഴത്തേക്ക് ഞാനൊരു ഏതോ ഒരു ഫിലിമിന്റെ റീൽസ് കൂട്ടിയിട്ട് അപ്പൊ അതിനൊരു 2K 3K അങ്ങോട്ട് ലൈക്ക് കിട്ടി. ഫസ്റ്റ് ടൈം ലൈക്ക് അല്ല, വ്യൂ കിട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്നും ഇങ്ങനെ ഇടാന്ന് വെച്ച് കോമഡി വിട്ട് എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ച് ഫണ്ണായിട്ടുള്ളേ. അങ്ങനെ ഞങ്ങള് തുടങ്ങിയാണ്. ചക്കൊന്ന് ഉറക്കം വരുന്നോ? പിന്നെ വലിയ വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റാറില്ല, പറ്റുന്നവരൊക്കെ ഇടാറുണ്ട്. ഇതാണ് ഫാമിലി വ്ലോഗിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ ഇത് എല്ലാരും സെയിം ക്വസ്റ്റ്യൻസാ ചോദിക്കുന്നേ. സഫ അല്ലേ? സഫ ചോദിച്ചേക്കുന്നത് 2 ആളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പറഞ്ഞല്ലോ അത്. 2 പേര് എന്താണ് ചെയ്യുന്നത് അതും പറഞ്ഞു. നിങ്ങൾ താമസിക്കുന്നത് സ്വന്തം വീട്ടിലാണോ? അല്ല, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്, ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. ഞങ്ങൾ റെന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. നാട്ടിൽ സ്വന്തം വീടാണ്. ഹോം ടൂർ ഞങ്ങൾ ചെയ്തിട്ടുണ്ടേ. ഇനിയും ഇതാരാ? ഫയ ചോദിച്ചേക്കുന്നത് അങ്ങനെ പറഞ്ഞ ലവ് സ്റ്റോറി കേൾക്കണമെന്ന്. ബട്ട് ലവ് സ്റ്റോറി പറയാലോ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അത് പറഞ്ഞു. എത്ര വരെ പഠിച്ചു 2 ആളും?
ഞാൻ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ആനിമേഷൻ, പിന്നെ സിവിൽ ചെയ്തു, പിന്നെ NDT എന്ന് പറഞ്ഞ ട്രേഡ് കോഴ്സ് ചെയ്ത്, അങ്ങനെ 3 കോഴ്സാണ് ചെയ്തേക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് നഴ്സിംഗ് അതാണ് പഠിച്ചത്. ചേച്ചി എന്താ ജോബ് പോവാത്തെ? ചക്കുവിനെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ജോബിന് പോകാത്തത്. മുത്ത് ജോലിക്ക് പോകുന്നില്ലേ? നിന്നെ നോക്കാനുള്ളതുകൊണ്ടാണ് അമ്മ ഇപ്പൊ ജോലിക്ക് പോകാത്തത്. എന്നിട്ട് നിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ പണിയൊന്നും. ചേച്ചി എന്താ അത് പറഞ്ഞു. ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോ കൊറേ ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞാൽ അത് പറഞ്ഞപ്പോ നമ്മളറിയത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇന്നാണ് TV കാണുന്നതും വീഡിയോസ് കാണുന്നതും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കുറെ ആൾക്കാരെ കാണാറുണ്ട്. എനിക്ക് ഏതേ ചോദിക്കാൻ തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും. ചേച്ചിയും ചേട്ടനും പൊളിയാണ്. മോന് മാഷാഅല്ലാ പൊളി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എനിക്ക് ഫേവറേറ്റായി മാറുന്നുണ്ട്. താങ്ക് യു ഫയ. പിന്നെ അതുൽ അനീഷ്, ചേട്ടന് എത്ര വയസ്സായി? ചേട്ടന് എത്ര വയസ്സായി? ചേച്ചിക്ക് എത്ര വയസ്സായി? ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 34 വയസ്സായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 34 വയസ്സായി. കുഞ്ഞിന് 4 വയസ്സ്. ജൂൺ 19 ആയപ്പോ അവന് 4 വയസ്സായി. കഴിഞ്ഞ ആഴ്ച 4 വയസ്സായി. നെയിം എന്താണ് നിങ്ങളുടെ? എന്റെ പേര് രാജ്കുമാർ. ഞങ്ങളുടെ ചക്കപ്പയുടെ പേര് എന്റെ പേര് രഞ്ജു. ചേട്ടന്റെ അച്ഛൻ അമ്മ എന്തെടുക്കുക? ചേച്ചിയുടെ അച്ഛൻ അമ്മ സുഖാണോ? ചേട്ടൻ പറ. എന്റെ അച്ഛൻ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഇപ്പൊ നാട്ടിലാണ്. അമ്മ ഇല്ല, അമ്മ മരിച്ചുപോയി. എന്റെ പപ്പ ഇപ്പൊ പണിയൊന്നും ചെയ്യുന്നില്ല. പപ്പായും മമ്മിയും വർക്ക് ചെയ്യുന്നില്ല. യു ഡു കപ്പിൾ റൊമാൻറ്റിക് ഡാൻസ്. അത് പറ്റില്ലല്ലോ. ഡാൻസ് കളിക്കാനാ. നിങ്ങളുടെ സാറ ഫിലിപ്പ്. നിങ്ങളുടെ പേര് ഞാൻ ന്യൂ നമ്പർ ആണ് കേട്ടോ, അതാ ലൈവിൽ വന്നേ. ഞങ്ങളുടെ പേര്, എന്റെ പേര് രഞ്ജു, ഇത് ദേവിക്ക്, ഞങ്ങൾ ചക്കു എന്ന് വിളിക്കും, അത് മുത്തെന്ന് വിളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നമ്മുടെ ലവ് സ്റ്റോറിയാണ് ചോദിച്ചേക്കുന്നത്. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ഉണ്ട് പറയാൻ, അല്ലേ? ഒരുപാട് പറയാനുണ്ട്. ഭയങ്കര ലോങ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറി. അതുകൊണ്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. പറയാം, ഞങ്ങൾ ഒരേ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചാണ്. അങ്ങനെ 6-7 മാസം ഇങ്ങനെ പുറകെ നടന്ന് വളച്ചെടുത്താണ്. അങ്ങനെ വളഞ്ഞു വന്നെയാണ്. അപ്പൊ ലവ് സ്റ്റോറി പറയണമെങ്കിൽ തമിഴ്നാട്ടിൽ പോയ കഥ പറയണം, ആന്ധ്രയിൽ പോയ പറയണം, പിന്നെ ഡൽഹി പോയത് പറയണം, പിന്നെ അവിടെ ദുബായ് പോയി, പിന്നെ അവിടത്തെ കേരളത്തിൽ വന്നു. കുറെ ആൾക്കാരെ വേദനിപ്പിച്ചു. അതെ, പിന്നെ കുറെ ആൾക്കാർ സഹായിച്ചു, പിന്നെ കുറെ ആൾക്കാർ ഭാര വെച്ചു, പിന്നെ കുറെ ആൾക്കാർ കുശുമുണ്ട്. പിന്നെ നമ്മൾ ഒരുമിക്കത്തില്ലെന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. ഞാനിവിടെ കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ പടക്കം പൊട്ടിക്കുന്ന പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. അപ്പൊ അവരെയൊക്കെ മുമ്പിൽ ഞങ്ങൾ ഒരുമിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച കാരണം കുറെ ആൾക്കാർക്ക് അത് സങ്കടമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ലവ് സ്റ്റോറി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം ഞങ്ങളുടെ വീഡിയോ അറിയാൻ വേണ്ടിട്ട് ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് സബ്ബൊക്കെ ആയിട്ട് അത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ വേണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങളുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ആർക്കും അറിയത്തുമില്ല. പിന്നെ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോന്നും അറിയില്ല. ഞങ്ങളെ അറിയാവുന്ന ആരെങ്കിലും, പക്ഷെ ഇതുവരെ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ചൊക്കെ അടങ്ങിയിരിക്കേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള മറുപടി തന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ ഈ കുഞ്ഞു ഫാമിലി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലി അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവര് സബ് ചെയ്യണ്ട. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാതെ പിന്നെ ചീത്ത പറയുന്നവരും കയറി. അതുകൊണ്ട് കേട്ടാ അന്നേരം അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ ഞങ്ങൾ ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ലൈവിൽ ഒന്ന് ചോദിക്കാം. ഞങ്ങൾ 8 മണിയൊക്കെ ലൈവിൽ വരുന്നതാണ്. ചിലപ്പോൾ 8, 10, 15 ആകും. എന്തായാലും 8:30 ഞങ്ങൾ എന്തായാലും ലൈവിൽ വരും. നേരം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.